നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 9 1 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തലന്മാരെ അയക്കുന്നു. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, നീ എന്നിൽ ജീവിക്കണമേ. ഈശോയെ, നീ എന്നിൽ സ്നേഹിക്കണമേ. ഈശോയെ, നീ എന്നിൽ കുരിശു വഹിക്കണമേ. ഈശോയെ, നീ എന്നിൽ കുർബാനയാകണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 23-ാം തീയതി ഈ ചൊവ്വാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും അവിടുത്തെ തിരുമുഖം കണ്ട് അവിടുത്തെ തിരുമൊഴി കേട്ട് അവിടുത്തെ സാന്നിധ്യം ആസ്വദിച്ച് ആയിരിക്കാൻ കഴിയുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാന്നിധ്യം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെയാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുതന്നെ നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ മുഖം കാണുന്നതും നമ്മുടെ സ്വരം കേൾക്കുന്നതും ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിലേറ്റവും അധികം ആനന്ദിക്കുകയും ചെയ്യുന്നവനാണ് ഈശോ. ആ ഈശോയുടെ അടുത്ത് ഈശോയുടെ തിരുമുഖ ദർശനം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയെ. ഇന്ന് ഈശോ ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നത് തൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ്റെ, തന്നെ അനുഗമിക്കുന്നവൻ്റെ ദൗത്യത്തെക്കുറിച്ചാണ്. ഈശോ 12 പേരെയും വിളിച്ച് പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. രോഗങ്ങൾ സുഖപ്പെടുത്താനും അധികാരവും ശക്തിയും കൊടുത്തു.
അതായത് ഈശോയ്ക്ക് ഉണ്ടായിരുന്ന അധികാരവും ഈശോയ്ക്കുണ്ടായിരുന്ന ശക്തിയും ഈശോ കൈമാറുകയാണ്, ഈശോ പങ്കുവയ്ക്കുകയാണ് തൻ്റെ കൂടെയുള്ളവർക്ക്. അവർ അവരുടെ ചാൻസ് കിട്ടുമ്പോൾ ഈശോയുടെ അധികാരവും ഈശോയുടെ ശക്തിയും രോഗികളെ സുഖപ്പെടുത്താൻ, പിശാചുകളെ പുറത്താക്കാൻ, വചനം പ്രഘോഷിക്കാനൊക്കെ ഈശോയുടെ ശക്തി ഈശോ പങ്കുവച്ചു, ഷെയർ ചെയ്തു. അപ്പോൾ ഇനി ഈ 12 പേരുടെ ദൗത്യം എന്താണ്? അവർ പോവുക, ചുറ്റി സഞ്ചരിക്കുക, വചനം പ്രഘോഷിക്കുക, പിശാചുക്കളെ പുറത്താക്കുക, രോഗികളെ സുഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്തിരുന്ന അതേ പ്രവർത്തികൾ ആവർത്തിക്കുക എന്നതാണ് ശിഷ്യന്മാരുടെ ദൗത്യം. ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈശോയിൽ വിശ്വസിക്കുന്നവരെന്ന് പറയുന്ന ഓരോരുത്തർക്കും ഇതൊരു പാറ്റേൺ ആണ്, ഇതൊരു മാതൃകയാണ്. ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഈശോയുടെ ശക്തിയാണ്, ഈശോയുടെ അധികാരമാണ്. ഈശോയുടെ ശക്തിയും ഈശോയുടെ അധികാരവും സ്വീകരിച്ച എനിക്ക് ഈശോയുടെ ദൗത്യമാണ് ഉള്ളത്. ഐ ഹാവ് ദ പവർ, I have the authority, and I also have the responsibility of Jesus. ശിഷ്യന്മാർ അങ്ങനെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഈശോ തന്നെ എല്ലായിടത്തും പ്രവർത്തിച്ചതുപോലെ ആയിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 12 പേർ 12 സ്ഥലത്താണ് പോയതെങ്കിൽ 12 സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ആളുകൾ അനുഭവിച്ചത്. മിശിഹായുടെ സാന്നിധ്യം, ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം 12 സ്ഥലങ്ങളിൽ ഒരേ സമയം അനുഭവിക്കപ്പെടുകയാണ്. അപ്പോൾ 1000 പേര് ഈശോയുടെ ഈ അധികാരവും ഈശോയുടെ ശക്തിയും സ്വീകരിച്ച് 1000 ഇടങ്ങളിലേക്ക് പോകുമ്പോൾ 1000 ഇടങ്ങളിൽ ഈശോയുടെ ഈ സാന്നിധ്യം അനുഭവവേദ്യമാവുകയാണ്. ഈ എക്സ്റ്റൻഷൻ ഓഫ് ഹിസ് പ്രസൻസ് ടു എവരിവെയർ. ഓരോരുത്തരിലൂടെയും ഓരോ ക്രിസ്ത്യാനിയിലൂടെയും ഈശോയുടെ സാന്നിധ്യമാണ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി മാറുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ രാത്രിയിലെ ചോദ്യം, ഞാൻ എത്രമാത്രം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി മാറുന്നുണ്ട് എന്നതാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മൾ മനസ്സിൽ ധ്യാനിക്കുകയാണ്, നമ്മുടെ മനസാക്ഷിയെ പരിശോധിക്കുകയാണ്. എൻ്റെ പ്രവർത്തികൾ ക്രിസ്തുവിൻ്റെ പ്രവർത്തികളാണോ? എൻ്റെ വാക്കുകൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണോ? ഞാൻ ഉപയോഗിക്കുന്ന അധികാരം ക്രിസ്തുവിൻ്റെ അധികാരമാണോ? ഞാൻ ക്രിസ്തുവിന് പകരക്കാരനായി നിലകൊള്ളുന്നുണ്ടോ? നമ്മുടേതല്ലാതെ ഇന്ന് ഈശോയ്ക്ക് വചനം പ്രഘോഷിക്കാൻ വേറെ അധരമില്ല, തൊട്ട് സുഖപ്പെടുത്താൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല, വചനം പ്രഘോഷിച്ച് ചുറ്റി സഞ്ചരിക്കാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കാലുകളില്ല. എൻ്റെ കാലുകൾ ഈശോയുടെ കാലുകളായും എൻ്റെ കരങ്ങൾ ഈശോയുടെ കരങ്ങളായും എൻ്റെ അധരം ഈശോയുടെ അധരമായും എൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയമായും മാറുന്നുണ്ടോ? അങ്ങനെ മാറുമ്പോൾ ഈശോ പിശാചുക്കളെ പുറത്താക്കിയതുപോലെ എനിക്കും പിശാചുക്കളെ പുറത്താക്കാൻ സാധിക്കും. ഈശോ രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ യേശുനാമത്തിൽ എനിക്കും രോഗികളെ സുഖപ്പെടുത്താൻ കഴിയും. ഈശോ വചനം പ്രഘോഷിച്ചതുപോലെ ഞാനും ഒരു വചനപ്രഘോഷകനായി മാറും. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ, ഈശോയുടെ പകരക്കാരനായി മാറുന്നതിൽ എനിക്ക് വന്നു പോയിട്ടുള്ള പരാജയങ്ങളെ ഓർത്ത് അനുതപിക്കാം. ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചെയ്തു പോയ പാപങ്ങൾ, ചെയ്യുവാൻ കഴിയുമായിരുന്ന നന്മകൾ, വേണ്ടത്ര വിധത്തിൽ ഈശോ ചെയ്യുന്നത് പോലെ ചെയ്യാതിരുന്ന സമയങ്ങളെയൊക്കെ ഓർത്ത്, അങ്ങനെ ഉപേക്ഷയാൽ വന്നു പോയ പാപങ്ങളെയൊക്കെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഓരോ പ്രാവശ്യവും ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഈശോയുടെ മുഖം തെളിയട്ടെ, നമ്മുടെ ആത്മാവിൽ ഈശോയുടെ മുഖം പ്രശോഭിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ,
ഈശോയേ 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീകവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. നമ്മൾ എത്രമാത്രം കർത്താവിന് നന്ദി പ്രകാശിക്കുന്നുവോ അത്രമാത്രം വീണ്ടും അഭിഷേകം നമ്മളിലേക്ക് വർഷിക്കപ്പെടും എന്ന ബോധ്യത്തോടെ കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ശിരസിന് മുകളിൽ കരമുയർത്തി കടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് ഈശോയെ പോലെയാകണം, ഈശോയുടെ അധികാരവും ശക്തിയും എൻ്റെ ഉള്ളിൽ നിറയണം എന്നത് എൻ്റെ വ്യക്തിപരമായൊരു നിയോഗം ആയിത്തീരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് അതേ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നമ്മുടെ മക്കളിൽ ദൈവരാജ്യത്തിൻ്റെ അധികാരവും ശക്തിയും വചനവും നിറയണം. തിന്മയെ പുറത്താക്കുന്നവരായി മാറണം. ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യം നൽകാൻ കഴിയുന്നവരായി മാറണം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്തം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ രാത്രിയിൽ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഓരോ തുള്ളി രക്തത്തിലേക്കും മനസ്സിലേക്കും ആത്മാവിലേക്കും ഈ ദിവ്യകാരുണ്യ മുദ്ര ആഴത്തിൽ പതിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവരെയും വാസയോഗ്യമായ ഇടങ്ങളില്ലാത്തവരെയും യാത്ര ചെയ്യുന്നവരെയും നാളെ സർജറിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരെയും മരണാസന്നരായവരെയും തങ്ങളുടെ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞതിൻ്റെ വേദനയിലൂടെ കടന്നുപോകുന്നവരെയും ഏകാന്തതയിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കുന്നവരെ, ജോലി അന്വേഷിക്കുന്നവരെ, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഒക്കെ നമുക്ക് ഓർക്കാം, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. മാനസികാരോഗ്യം നഷ്ടപ്പെട്ടവരെ, ജയിലുകളിൽ കഴിയുന്നവരെ ഓർക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ എല്ലാ മക്കളിലേക്കും സമൃദ്ധമായി ഒഴുകിയിറങ്ങട്ടെ. കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരെയും പഠിക്കുന്നതിന് വേണ്ടി, ജോലിക്കൊക്കെ വേണ്ടി വിദൂരങ്ങളിൽ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ
സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ഞങ്ങളെ തൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ദൈവരാജ്യത്തിൻ്റെ ദൗത്യങ്ങളിലും അത് പൂർത്തിയാക്കുന്നതിനുള്ള അധികാരവും ശക്തിയും ഞങ്ങളെ വരമേൽപ്പിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷവും പ്രാർത്ഥനയും ഒക്കെയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ ബുധനാഴ്ച കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപരിക്കാൻ സാധിക്കട്ടെ. നാളെ ബുധനാഴ്ചയാണ്. കാലത്ത് 9 മണി മുതൽ 12 മണി വരെ ഈ ആലയം അടിക്കുകയും തുടയ്ക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ശുശ്രൂഷയുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. വൈകിട്ട് 7:30 ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.